വളരെ മനോഹരമായ ഒരു ദിവസത്തിലേക്ക് നമ്മൾ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരാൾക്കും ഗുഡ് ടു ബി ഗ്രേറ്റ് എന്ന ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിക്കുക. ഇപ്പോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇത് വലിയൊരു തിരിച്ചറിവാണ്. നമുക്കറിയാം നമ്മൾ എവിടെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ട്. അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മളെന്ന് പറയുന്ന വ്യക്തി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയാവുന്ന ഒരു നിങ്ങളുണ്ട്, എൻ്റെ ഫാമിലിക്ക് അറിയാവുന്ന ഒരു ഞാനുണ്ടാവും, എൻ്റെ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു ഞാനുണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ. എനിക്കറിയാവുന്ന ഒരു ഞാൻ. ഈ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? വേർ ഡു ഐ സ്റ്റാൻഡ് ഇൻ മൈ ലൈഫ് നൗ? ഈ തിരിച്ചറിവ് ശരിയായ രീതിയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വാട്ട് ഡു ഐ വാണ്ട് ഇൻ മൈ ലൈഫ്? എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് വേണ്ടത്? പലപ്പോഴും ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഒക്കെ നേടിയിട്ടുള്ളതിനെ കുറിച്ചിട്ട് അതുപോലെ ആവുക, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് എത്തിച്ചേരുക, ഇത്തരം തോട്ട്സ് ആണ് കൂടുതൽ ആൾക്കാർ. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലവും എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ആ തലത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ, ഇപ്പോൾ 2025 നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2025 ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കും. നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരുന്ന സമയത്ത്, എപ്പോഴാണോ നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്, അവിടെ എത്തിച്ചേരുന്ന വരെയുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിലെ സക്സസ് എന്ന് നമ്മൾ കരുതുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്ന് കണ്ടെത്തുന്ന ആ പോയിന്റിലുള്ള നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതി നോക്കും. പൂർണ്ണമായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയാൻ കാരണം, ഇപ്പോ ജീവിതത്തിൽ ഇപ്പൊ നിൽക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം, ഇനി എത്തിച്ചേരേണ്ട സ്ഥലത്തെ കുറിച്ചിട്ടും അറിയാം. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്നതിന് ശേഷത്തെ ഒരു ദിവസം പൂർണ്ണമായിട്ട് നമ്മളൊന്ന് എഴുതി നോക്കും. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേർന്നു. ആ ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണരുന്നത് തൊട്ട് ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള ഒരു ദിവസത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അത് എത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തയ്യാറാക്കുക. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടാവും. ഏത് ഇൻഡസ്ട്രിയിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ 2025 നിങ്ങളെ ഒന്ന് നോക്കിക്കാണും. ഏത് ഫീൽഡിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ആ ഫീൽഡിൽ നിങ്ങളുടെ സക്സസ് എത്തുന്ന സമയത്തുള്ള നിങ്ങളെ ഒന്ന് നോക്കിക്കാണുക. ഹൗ ഡു ഐ സീ മൈസെൽഫ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഇൻ ബൈ ഏതാണ് ഇയർ, 2025 2026 എപ്പോഴാണോ നിങ്ങൾ സക്സസ്ഫുൾ ആവുമെന്ന് നിങ്ങൾ കരുതുന്ന ആ സമയത്ത് നിങ്ങൾ ആ ഇൻഡസ്ട്രിയിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിക്കാണും. ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലവും നിങ്ങൾക്ക് എത്തിച്ചേരുന്ന സ്ഥലവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്? ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റിയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്യാപ്പ് എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാവും. ഐഡന്റിഫൈ ദ ഗ്യാപ്പ്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും നിങ്ങൾക്ക് എത്തിച്ചേരുന്ന സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാൽ ആ ഗ്യാപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൺസൾട്ടൻസിന്റെ സഹായത്തോടെയൊക്കെ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റിയാൽ, നിങ്ങളുടെ ആ ഗ്യാപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വളരെ സിമ്പിൾ ആണ്. ആ ഗ്യാപ്പ് ഫിൽ ചെയ്താൽ മതിയാണ്. പലപ്പോഴും ഇതിന് ഒരു ലീഡർഷിപ്പ് റോഡ് ബ്ലോക്സ് എന്നാണ് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മയോപിക് തിങ്കിങ് എന്ന് പറയും. ഷോർട്ട് ടൈം പ്ലാൻസ്. പലപ്പോഴും നമുക്കുള്ളത് ഷോർട്ട് ടൈം പ്ലാൻസ് ആയിരിക്കും. ഒരു ഷോർട്ട് ടൈം പ്ലാൻ കൊണ്ട് ഇത്തരത്തിലൊരു സക്സസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ സോൾവ് ചെയ്യപ്പെടാത്ത കുറെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ സമയം കളയുന്ന അല്ലെങ്കിൽ നമ്മളുടെ പൈസ നഷ്ടപ്പെടുത്തുന്ന ചെറിയ ചെറിയ ചലഞ്ചസുകൾ ഉണ്ടാവും. നമുക്ക് തന്നെയുള്ള ചില ക്യാരക്ടർ ഇഷ്യൂസ് ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യപ്പെടുക,
അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ഒരു സമയത്ത് എത്തിച്ചേരാന്ന് നമ്മൾ പറയുന്നു, പക്ഷെ ഒരിക്കലും സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറച്ച് ചെറിയ ചെറിയ ചലഞ്ചസ് ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. യു ഗെറ്റ് വാട്ട് യു ആർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കോമ്പിറ്റൻസിയുടെ കുറവുണ്ടാവും. സ്കില്ലിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ടാലന്റ് അല്ല, ജന്മന കിട്ടുന്ന ഒന്നുമല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ കൂടുതൽ സമയം നമ്മൾ എവിടെയാണ് ചെലവഴിക്കുന്നത്. ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എത്ര സമയമാണ് ചെലവഴിക്കുന്നത്? തെറ്റായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, വിജയിച്ച ആൾക്കാരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റണം. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫീൽഡ് തന്നെ ആവണോ നിർബന്ധമൊന്നുമില്ല. പക്ഷെ വിജയിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തിട്ട് വിജയിച്ചതിനെ കുറിച്ചിട്ടാണ് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കല് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ട്രെയിനിങ്ങിൽ വെച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾ പോയിട്ട് വളരെ സക്സസ്ഫുൾ ആവണമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ പലതവണ പല കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് വിജയിക്കാനുള്ള കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹം നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവും. കാരണം ഇതൊന്നും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വിജയം എല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പലപ്പോഴും 90% ആൾക്കാരും പല കാര്യങ്ങളും പരാജയപ്പെടും. ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർ ആശ്വസിക്കുന്നുണ്ടോ, 90% ആൾക്കാർ വിജയിക്കുന്നില്ല അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് നമ്മുടെ ബ്രെയിനിലുള്ള ചില ടെക്നിക്കുകളാണ്. ജീവിതത്തിൽ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ആക്ഷൻ. അപ്പോ അതിനാണ് നമ്മൾ തുടക്കത്തിൽ എവിടെ എത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലായി, ഇനി അതിലേക്ക് എത്തിച്ചേരാൻ എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിച്ചേരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം അതിന് തുല്യമായിട്ടുള്ള ആക്ഷനിലേക്ക് എത്തുക എന്നുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ആ സക്സസ്, അതായത് സ്ക്രിപ്റ്റ് എഴുതുക എന്നൊക്കെ പറഞ്ഞതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഒരു 11 മിനിറ്റ് വരുന്ന ഒരു വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ എന്നൊക്കെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും വളരെ ഷോർട്ടായിട്ട് ഒരു ഇമാജിനേഷനെ കൂടിയൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുകൊണ്ടാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5:50 തൊട്ട് 6:20 വരെ വിജയിച്ച ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു, വിജയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ എല്ലാവരും കൂടി ചേരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. എന്താ ഇവിടെ പൂർണ്ണമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ച ആൾക്കാർ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും, അവർക്ക് തോന്നുന്ന തോട്ട്സ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിഞ്ഞു നമുക്ക് എവിടെയാണ് എത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ട്രൂ സ്പിരിറ്റ് ഉണ്ടാവും, മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ സ്പിരിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഒബ്സർവേഷൻ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധയോടുകൂടി ആയിരിക്കും, വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. പലപ്പോഴും ഒരു ബിസിനസ്സിലല്ല ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടാവുന്നു, ആ തോന്നലനുസരിച്ച് അപ്പൊ തന്നെ അങ്ങ് സംസാരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അത് വേദനിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും. പലപ്പോഴും എന്ത് കാര്യത്തിനും ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും വെറുതെ നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ പ്ലാനിങ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ലൈഫിൽ പറ്റുമോ? കുറച്ച് സമയം നമ്മൾ പ്രൊഫഷണൽ എന്നാവും. അവിടെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നത് വരെ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോവുക. പക്ഷെ പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് നിങ്ങളുടെ ശീലമായിട്ട് പോകും.
ഏത് കാര്യത്തിൽ എന്താണ് വേണ്ടത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൊക്കാബുലറി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നേരെ അയാളുടെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിന് പകരം ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അയാൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ചിരിയുടെ പവർ നമ്മൾ തിരിച്ചറിയണം. ഇടയ്ക്ക് ചില തമാശകൾ പറയാം, മനസ്സിലൊക്കെ പിടിച്ചിരിക്കുന്നതിന് പകരം ഇടയ്ക്ക് ചില തമാശകളാവാം. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ബഫൂണൊന്നായി മാറരുത്. ചില സമയത്ത് ചില തമാശകൾ എത്തിക്കാൻ പറ്റുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സക്സസ്ഫുൾ ആവുന്നതിന്റെ ഏറ്റവും. അത് നന്നായിട്ട് എന്ത് കാര്യവും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതിന് ചിലപ്പോൾ നമ്മൾ ഒരു അതിന് എനിക്കുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, അല്ലെ എനിക്ക് തന്നെ കഴിവില്ല. ഈ കഴിവുകളായിട്ടൊന്നും അല്ല ആരും ഇവിടെ എത്തുന്നത്. ഇതൊരു സ്കില്ലാണ്. നമുക്കത് പ്രാക്ടീസിലൂടെ പതുക്കെ പതുക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ കാര്യം ഇതാണ്, നമ്മളിപ്പോൾ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഫാനിറ്റി, ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, വൾഗറായിട്ടുള്ള തമാശകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഏതൊരാളോട് സംസാരിക്കുന്ന സമയത്തും അയാളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നു നമ്മൾ ഉറപ്പുവരുത്തുക. നമുക്ക് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആണല്ലോ, അതുപോലെ തന്നെ മറ്റൊരാൾക്കും അത് ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഹോണസ്റ്റിയെ കുറിച്ചൊക്കെ എപ്പോഴും പറയുന്നുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രിറ്റി ഇൻ എവറിത്തിങ് എന്നാണ് അതിനകത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഒരു പാസീവ്നെസ്, കുറച്ച് അഗ്രസീവ് ഒക്കെ ആവണം, അസർട്ടീവ് ആവേണ്ട സ്ഥലത്ത് അസർട്ടീവ് ആവണം. പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾ എസ് എന്ന് പറയേണ്ട സ്ഥലത്ത് ആ പറയേണ്ട സമയത്ത് തന്നെ എസ് പറയുന്നില്ല, അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന സമയത്ത് പറയേണ്ട സ്ഥലത്ത് നോ പറയേണ്ട സമയത്ത് തന്നെ നിങ്ങൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. നിങ്ങൾ ജീവിതകാലം മുഴുവൻ നോ പറയേണ്ടിയിരിക്കും, ഉള്ള കാലം മുഴുവൻ എസ് പറയേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇത് പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഇപ്പൊ ഇവിടെ എസ് ആണ് ആവശ്യമുള്ളത്, നോ ആണ് ആവശ്യമുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. പക്ഷെ എസ് എന്ന് പറഞ്ഞാൽ എസ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ കരിപ്പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു കാര്യം തീരുമാനിക്കുക, എന്നെ ദേഷ്യപ്പെടുത്താൻ പറ്റില്ല, വേറൊരാൾ വിചാരിച്ചാൽ എന്നെ ദേഷ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തന്നെ അതാണെന്ന് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എപ്പോഴാണ് ദേഷ്യപ്പെട്ടിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടത്? അവസാനമായി നിങ്ങൾ ദേഷ്യപ്പെട്ടത് ആരെടാ? ഓർമ്മയുണ്ട്? ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടത് ആരെടാന്നുള്ള ഓർമ്മയുണ്ട്? എന്തിനായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കണം. ഇതേപോലെ തന്നെ നമ്മൾക്ക് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് സന്തോഷിച്ചത് എപ്പോഴാണെന്ന് ഓർത്തെടുക്കാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാവും? രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈഫിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് ഉറങ്ങാൻ പോകാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും പുതുതായിട്ടുള്ളതല്ല, ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ചെറിയ വ്യത്യാസം, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള ചെറിയ വ്യത്യാസം, ഇവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടക്കിടക്ക് അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. സിമ്പിളാണ്. തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളും ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. ജീവിതത്തിൽ വിജയിക്കാൻ തീരുമാനിച്ചുറച്ച ആൾക്കാരെന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ നമ്മൾ തന്നെ ഏറ്റെടുക്കുക. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു.